നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. തുടർച്ചയായ 2 ദിവസത്തെ നേട്ടത്തിന് വിരാമം ഇട്ടുകൊണ്ട് ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് വൻ നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മൂലമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചുള്ള ആശങ്കകൾ IT ഓഹരികളെ തളർത്തിയതാണ് നിഫ്റ്റി 25,450 താഴേക്ക് പോകാൻ പ്രധാന കാരണമായത്. ആഗോള വിപണികളിലെ സമ്മിശ്ര പ്രതികരണങ്ങൾക്കിടയിൽ നഷ്ടത്തോടെയാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിരുന്നത്. അമേരിക്കൻ താരിഫുകളെ കുറിച്ചുള്ള പുതിയ ആശങ്കകളും ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും വിൽപ്പനാ സമ്മർദ്ദം ശക്തമാക്കി. ഒരു ഘട്ടത്തിൽ നിഫ്റ്റി 25,350 വരെ താഴേക്ക് പോയി. സെൻസെക്സ് 1068 പോയിന്റ് അഥവാ 1.28% ഇടിഞ്ഞ് 82,225.92 എന്ന നിലവാരത്തിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 288 പോയിന്റ് അഥവാ 1.12% ഇടിഞ്ഞ് 25,424.65 എന്ന നിലവാരത്തിലുമാണ് ക്ലോസ് ചെയ്തത്. ബ്രോഡർ മാർക്കറ്റിലും ഇന്ന് ഇടിവ് പ്രകടമായിരുന്നു. നിഫ്റ്റി മിഡ് ക്യാപ് സൂചിക 0.3%, സ്മോൾ ക്യാപ് സൂചിക 0.55% നഷ്ടം രേഖപ്പെടുത്തി. IT സൂചികയ്ക്കാണ് ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത്. 4%-ലധികം ഇടിവാണ് ഈ മേഖലയിൽ ഇന്ന് ഉണ്ടായത്. റിയൽറ്റി സൂചിക 2%-ലധികം ഇടിവ് രേഖപ്പെടുത്തി. എന്നാൽ മെറ്റൽ, ഫാർമ, പൊതുമേഖലാ ബാങ്കുകൾ, ഓയിൽ ആൻഡ് ഗ്യാസ്, എനർജി എന്നീ മേഖലകൾ 0.3% മുതൽ 1% വരെ നേട്ടമുണ്ടാക്കിയിരുന്നു. നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ട ഓഹരികൾ ടെക് മഹീന്ദ്ര, എറ്റേണൽ, ഇൻഫോസിസ്, TCS, HCL ടെക്നോളജീസ് എന്നിവയാണ്. അതേസമയം HUL, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, കോൾ ഇന്ത്യ, NTPC, JSW സ്റ്റീൽ എന്നീ ഓഹരികൾ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഉണ്ടായിരുന്ന പോസിറ്റീവ് ട്രെൻഡിന് ശേഷം മന്ത്ലി ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകൾ അവസാനിക്കുന്ന ഇന്ന് നിഫ്റ്റി 50 ഒരു ബെയർ ട്രാപ്പിൽ അകപ്പെട്ടു എന്ന് തന്നെ പറയാം. വലിയ തോതിലുള്ള വ്യാപാരത്തോടൊപ്പം തന്നെ 1%-ലധികം ഇടിവാണ് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചത്. ഈ ഒരൊറ്റ ദിവസത്തെ ഇടിവിലൂടെ നിഫ്റ്റി സൂചിക 20, 50, 100 ദിവസങ്ങളിലെ EMA നിലവാരങ്ങൾക്കും താഴേക്ക് പോയി. കൂടാതെ വിപണിയിലെ ചാഞ്ചാട്ടം അളക്കുന്ന ബോളിഞ്ചർ ബാൻഡിന്റെ മിഡ് ലൈനിലും താഴെയാണ് നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തത്. മാത്രമല്ല, വിപണിയുടെ ദീർഘകാല ട്രെൻഡ് നിശ്ചയിക്കുന്ന 200 SMA നിലവാരവും നിഫ്റ്റി ഈ സെഷനിൽ പരീക്ഷിച്ചിട്ടുണ്ട്. ചുരുങ്ങിയ കാലയളവിൽ വിപണി ബിയേഴ്സിന്റെ നിയന്ത്രണത്തിലാണെന്ന ശക്തമായ സൂചനയാണ് ഇത് നൽകുന്നത്. നിഫ്റ്റി സൂചിക ഇപ്പോൾ 25,300, 25,200 എന്ന നിർണായകമായ 200 SMA, EMA സപ്പോർട്ട് ലെവലുകൾക്ക് അടുത്താണ്. ഈ നിലവാരങ്ങൾ തകരുകയാണെങ്കിൽ വിപണി 25,000 എന്ന സൈക്കോളജിക്കൽ സപ്പോർട്ടിലേക്ക് താഴാൻ സാധ്യതയുണ്ട്. ഇത് ബജറ്റ് ദിനത്തിലെ ഏറ്റവും താഴ്ന്ന നിലയായ 24,571ലേക്കുള്ള യാത്രയിൽ വളരെ നിർണായകമാണ്. എങ്കിലും അടുത്ത സെഷനിൽ വിപണി തിരിച്ചു കയറുകയാണെങ്കിൽ 20 ദിവസത്തെ സിമ്പിൾ മൂവിംഗ് ആവറേജ് ആയ 25,600 ഒരു വലിയ റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. ഇതിനു മുകളിൽ വില നിലനിർത്താൻ സാധിച്ചാൽ മാത്രമാണ് പുതിയ വാങ്ങലുകൾ അഥവാ ബൈയിങ് ഇൻട്രസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അതുവരെ വിപണി വലിയ മാറ്റങ്ങളില്ലാതെ ഒരേ നിലവാരത്തിൽ അല്ലെങ്കിൽ സൈഡ് വേസ് ആയിട്ട് തന്നെ തുടരാമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസത്തെ മുന്നേറ്റത്തിലും സൂചികയ്ക്ക് 25,700 മുകളിലുള്ള ഡൗൺവാർഡ് സ്ലോപ്പിംഗ് റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ തൊടാൻ സാധിച്ചിരുന്നില്ല. വിപണിയിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകാൻ ഈ ട്രെൻഡ് ലൈൻ മറികടക്കേണ്ടത് അത്യാവശ്യമാണ്. ചൊവ്വാഴ്ചത്തെ വിപണിയിൽ മൊമെന്റം ഇൻഡിക്കേറ്ററുകൾ വ്യക്തമായ സെൽ സിഗ്നൽസ് ആണ് നൽകിയിരിക്കുന്നത്. RSI സിഗ്നൽ ലൈന് താഴെ തുടരുകയും 45.39ലേക്ക് താഴുകയും ചെയ്തു. MACD ആകട്ടെ റെഫറൻസ് ലൈനിലും സീറോ ലൈനിലും താഴേക്ക് പതിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 2 ശേഷം ഹിസ്റ്റോഗ്രാമിൽ ആദ്യമായി ഒരു താഴോട്ടുള്ള മാറ്റം അഥവാ ഡൗൺ ടിക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റോക്കാസ്റ്റിക് RSI 23.57ലേക്ക് താഴുകയും ഫെബ്രുവരി 19 മുതൽ സിഗ്നൽ ലൈനിന് താഴെ തുടരുകയുമാണ്. നിഫ്റ്റി 50 നഷ്ടത്തോടെയാണ് വ്യാപാരം ആരംഭിച്ചത്. സെഷനിലുടനീളം വിപണിയിൽ വലിയ വിൽപ്പനാ സമ്മർദ്ദം പ്രകടമായിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ 25,328 എന്ന ഇൻട്രാഡേ ലോ വരെ താഴ്ന്ന സൂചിക വ്യാപാരത്തിന്റെ അവസാന ഘട്ടത്തിൽ അല്പം തിരിച്ചുപിടുത്തം നടത്തി 25,425 എന്ന നിലവാരത്തിലാണ് ക്ലോസ് ചെയ്തത്. ഇത് ഫെബ്രുവരി 2 ശേഷമുള്ള ഏറ്റവും താഴ്ന്ന ക്ലോസിംഗ് നിലവാരമാണ്. ഡെയിലി ടൈം ഫ്രെയിമിൽ ചെറിയ ലോവർ ഷാഡോയോട് കൂടിയ ബെയറിഷ് ക്യാൻഡിലാണ് നിഫ്റ്റി രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതായത് നിഫ്റ്റി 25,200നും 25,800നും ഇടയിൽ തുടരുന്നിടത്തോളം വിപണിയുടെ പൊതുവായ ഘടന സൈഡ് വേസ് ആയിട്ട് തന്നെ തുടരും. ഈ നിലവാരങ്ങൾ യഥാക്രമം ഉടനടിയുള്ള സപ്പോർട്ടും റെസിസ്റ്റൻസുമായി പ്രവർത്തിക്കുമെന്ന് സെൻട്രം ഫിൻവേഴ്സിന്റെ ടെക്നിക്കൽ ആൻഡ് ഡെറിവേറ്റീവ് റിസർച്ച് വിഭാഗം അനലിസ്റ്റ് നിതേഷ് ജെയിൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഹ്രസ്വകാലത്തേക്ക് ഒരു പുൾ ബാക്ക് ഉണ്ടായേക്കാമെങ്കിലും മൊമെന്റം ഇൻഡിക്കേറ്ററുകളും ഓസിലേറ്ററും നെഗറ്റീവ് ആയതിനാൽ ഉയർന്ന നിലവാരത്തിൽ അത് നിലനിൽക്കാൻ സാധ്യത കുറവാണ്. അതേസമയം വിപണിയിലെ ഇന്ത്യ വിക്സ് വലിയ മാറ്റങ്ങളില്ലാതെ തുടരുന്നുണ്ടെങ്കിലും 14 എന്ന നിലവാരത്തിന് മുകളിലും പ്രധാന മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലുമാണ്. ഇത് വിപണിയിലുള്ള അസ്വസ്ഥതയാണ് കാണിക്കുന്നത്. വിപണിയിൽ ബുൾസിന് ആധിപത്യം തിരിച്ചു പിടിക്കണമെങ്കിൽ വിക്സ് 12ന് താഴേക്ക് വരേണ്ടത് അനിവാര്യമാണ്. നിലവിൽ വിക്സ് 0.12% ഇടിഞ്ഞ് 14.15-നാണുള്ളത്.
വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം ഏറ്റവും കൂടുതൽ കാൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് 25,500 നിലവാരത്തിൽ നിഫ്റ്റിക്ക് വലിയ റെസിസ്റ്റൻസ് നേരിടേണ്ടി വരും. അതേസമയം ഏറ്റവും കൂടുതൽ പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള 25,000 ആണ് പ്രധാന സപ്പോർട്ട്. 25,500, 25,600, 26,000 സ്ട്രൈക്കുകളിൽ വൻതോതിലുള്ള കോൾ റൈറ്റിംഗും 25,000, 25,500, 25,400 സ്ട്രൈക്കുകളിൽ പുട്ട് റൈറ്റിംഗും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി 217 പോയിന്റ് അഥവാ 0.35% ഇടിഞ്ഞ് 61,047 എന്ന നിലവാരത്തിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 50 അപേക്ഷിച്ച് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ബാങ്ക് നിഫ്റ്റിക്ക് സാധിച്ചിരുന്നു. മുൻ ദിവസത്തെ ഏറ്റവും താഴ്ന്ന വിലയും 61,000 എന്ന നിർണായക നിലവാരവും മെയിൻറ്റെയിൻ ചെയ്യാൻ ബാങ്ക് നിഫ്റ്റിക്ക് സാധിച്ചിരുന്നു. ബാങ്കിംഗ് സൂചിക 10 ദിവസത്തെ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിന് മുകളിൽ ക്ലോസ് ചെയ്തിരുന്നു. നിലവിൽ എല്ലാ പ്രധാന മൂവിംഗ് ആവറേജുകൾക്കും മുകളിലാണ് സൂചിക വ്യാപാരം നടത്തുന്നത്. വിപണിയിൽ കൺസോളിഡേഷനും റേഞ്ച് ബൗണ്ട് ട്രേഡിംഗും നടക്കുന്നുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റിയുടെ പൊതുവായ ട്രെൻഡ് ഇപ്പോഴും പോസിറ്റീവ് ആണ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. RSI 57.14 താഴുകയും ഒരു ബെയറിഷ് ക്രോസ് ഓവർ കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും കഴിഞ്ഞ കുറച്ച് സെഷനുകളായി ഇതൊരു പ്രത്യേക പരിധിക്കുള്ളിൽ തന്നെയാണ്. MACD റെഫറൻസ് ലൈനിന് മുകളിൽ തുടരുന്നുണ്ടെങ്കിലും ഹിസ്റ്റോഗ്രാം കാണിക്കുന്നത് വിപണിയിലെ വേഗത കുറഞ്ഞു വരുന്നു എന്നാണ്. സ്റ്റൊക്കാസ്റ്റിക് RSI ഫെബ്രുവരി 19 മുതൽ നെഗറ്റീവ് ക്രോസ് ഓവറിലാണ് തുടരുന്നത്. ഇവയെല്ലാം സൂചിപ്പിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ വേഗത കുറയുന്നു എന്നാണ്. എങ്കിലും വിപണിയുടെ അടിത്തറ ഇപ്പോഴും ശക്തമായി തന്നെ തുടരുന്നുണ്ട്. ഡെയിലി ചാർട്ടിൽ ബാങ്ക് നിഫ്റ്റി ഒരു ലോവർ ഷാഡോട് കൂടിയ ബെയറിഷ് ക്യാൻഡിലാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ചെറിയൊരു തളർച്ചയെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും താഴ്ന്ന നിലവാരങ്ങളിൽ വാങ്ങലുകൾ നടക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. താഴേക്ക് പോയാൽ 60,800, 60,700 മേഖലകൾ ഉടനടിയുള്ള സപ്പോർട്ടായി പ്രവർത്തിക്കുമെന്ന് SBI സെക്യൂരിറ്റീസിലെ ടെക്നിക്കൽ ആൻഡ് ഡെറിവേറ്റീവ് റിസർച്ച് വിഭാഗം തലവൻ സുദീപ് ഷാ അഭിപ്രായപ്പെട്ടു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ 61,400, 61,500 മേഖലയിലാണ് ഉടനടിയുള്ള റെസിസ്റ്റൻസ്. ഈ നിലവാരം മറികടന്നാൽ ബാങ്ക് നിഫ്റ്റി 62,000, 62,500 വരെയുള്ള മുന്നേറ്റത്തിന് സാധ്യത കാണിക്കുന്നുണ്ട്.